തജ്വീദ് പഠിച്ചു. ഇനി തസ്ഹീഹാണ്. തസ്ഹീഹ് എന്ന് പറഞ്ഞാൽ ഒരു ഉസ്താദിനടുത്ത് പോയിരുന്ന് നമ്മൾ പഠിച്ച ഓതലും നമ്മൾ പ്രാക്ടീസ് ചെയ്തൊക്കെ ശരിയാണോ എന്ന് നോക്കാൻ. ഒരു വിദഗ്ധൻ എക്സ്പേർട്ട് ചെയ്യേണ്ട എന്താ? കാര്യങ്ങളെ ജനങ്ങൾക്ക് ലളിതമാക്കി കൊടുക്കുക ചെയ്യേണ്ടത്. എഴുത്തും വായന അറിയാത്ത കാലത്ത് ജീവിച്ച ഒരുപാട് മനുഷ്യന്മാർ ഓതൽ കേട്ട് അതുപോലെ ഓതാൻ പഠിച്ചു. ഡ്രൈവ് ചെയ്ത് ഡ്രൈവിംഗ് പഠിക്കുന്നത് പോലെ ഓതി പഠിക്കും. അപ്പോൾ ഇവിടെ പങ്കെടുത്തവർക്കൊക്കെ തജ്വീദിൻ്റെ പിക്ചർ കിട്ടി എന്താണെന്നുള്ളത്. ഡ്രൈവിംഗ് പോലെയാണ്. രണ്ട് രീതിയിലുള്ള പഠിത്തമുണ്ട്. നമ്മൾ ഹിന്ദിയിൽ പറയുമ്പോൾ രണ്ട് രീതിയിൽ പഠിക്കാമെന്ന് പറയും. പഠന സീഖ്ന, എഴുതി വായിക്കുന്ന കാര്യങ്ങളുണ്ട്, ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കുക്കിംഗ് ആരും റെസിപ്പി വായിച്ചുകൊണ്ട് കുക്കാകില്ല. പക്ഷേ റെസിപ്പിയിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാവും. ഇനി കുക്ക് ചെയ്ത് പഠിക്കണം. ഇതേപോലെ ഡ്രൈവിംഗ് ആവട്ടെ, അതിന് കുറച്ച് തിയറി ക്ലാസ്സും ലേണേഴ്സ് ക്ലാസ്സൊക്കെ ഉണ്ട്. അങ്ങനെ ലൈസൻസ് കിട്ടിയാൽ പോലും ഓടിക്കാൻ കഴിയില്ല. ലൈസൻസ് കിട്ടി, എച്ചിടാൻ പഠിച്ചു. പക്ഷേ റോഡിൽ കുറേ ദിവസം ഓടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡ്രൈവിംഗ് ക്ലിയർ ആകുന്നത്. ഇതേപോലെ നമുക്കൊരു 3 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 20 ചെറിയ സെഷൻ, 4 മിനിറ്റുള്ള 20 സെഷൻ കൊണ്ട് നമുക്ക് തജ്വീദിൻ്റെ തിയറികൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഇപ്പോൾ നൂറാനി ഖായിദ ലോക പ്രസിദ്ധ കിതാബാണ് തജ്വീദിൻ്റെ. അതിൻ്റെ പാഠഭാഗം നിങ്ങൾക്ക് തുറന്നു നോക്കാം. ആദ്യ ഭാഗത്ത് അധ്യാപകർക്കുള്ള നിർദ്ദേശങ്ങളാണ്, പിന്നെ അക്ഷരങ്ങളാണ്, അതിൻ്റെ മുകളിൽ ഹർക്കത്ത്, നീട്ട് ഹർക്കത്ത്, ഇരട്ട ഹർക്കത്ത് എന്നൊക്കെ പറഞ്ഞ അവസാനം നിയമങ്ങൾ, നീട്ടാനും മണിക്കാനൊക്കെ നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിയമങ്ങളുള്ളത് ഒരു 20 പേജേ ഉള്ളൂ. പുസ്തകം വലുതാണെങ്കിലും നമ്മളിങ്ങനെ തുറന്നു നോക്കുമ്പോൾ കുറേ പേജൊക്കെ കാണുന്നുണ്ടെങ്കിലും ഒന്ന് ഇനംതിരിച്ച് കഴിഞ്ഞാൽ അധ്യാപകർക്കുള്ള നിർദ്ദേശങ്ങൾ വിദ്യാർത്ഥികൾ പഠിക്കേണ്ട ആവശ്യമില്ല, അത് അവരോട് പറയുന്നതാണ്. അക്ഷരങ്ങൾ 4-5 വയസ്സുള്ള കുട്ടികൾ പഠിക്കുമ്പോൾ പഠിച്ചാൽ മതി. അലിഫ് അല്ലെങ്കിൽ ബാൻ്റെ മുകളിൽ ഫതഹ്, ബ ഒരക്ഷരം പഠിച്ചു. പിന്നെ കൂട്ടക്ഷരങ്ങൾ, ഇതൊക്കെ ചെറുപ്പത്തിൽ പഠിക്കുന്ന കാര്യം. ഇതൊക്കെ പഠിച്ച ആൾക്കാരാണ് തജ്വീദ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇനിയുള്ള നിയമങ്ങളെന്ന് പറയുമ്പോൾ മണിക്കലും നീട്ടലും മറ്റു കാര്യങ്ങളൊക്കെ വെറും 20 പേജുള്ളത്. നിങ്ങൾക്ക് നൂറാനി ഖായിദ ഉണ്ട്, ഇവിടെ ഇഷ്ടംപോലെ കോപ്പി ഉണ്ടാകും, നിങ്ങൾക്ക് തുറന്നു നോക്കാം. വെറുതെ പറയാം. അപ്പോൾ 20 പേജേ ഉള്ളൂ പഠിക്കാനും നടത്താം. അത് 20 സെഷൻ കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ. 4 മിനിറ്റ്, 5 മിനിറ്റ് ഞാൻ പറയുന്നില്ല, കാര്യങ്ങളൊരിക്കും വെറുതെ സുമാറാണ്. 5 മിനിറ്റ് എന്ന് പറയുമ്പോൾ 10 ആവാലോ. 4 മിനിറ്റ് ഉള്ള ചെറിയ സെഷൻ കൊണ്ട് തിയറികൾ തീരും. എച്ചിടാൻ പഠിച്ചെന്ന് പറഞ്ഞാൽ ചെറിയ പ്രാക്ടീസും ആ തിയറിക്കുള്ള ചെറിയ പ്രാക്ടീസും കൂടെ തീരും. അപ്പോൾ ഒന്നാമത്തെ സെഷൻ ഒരു ഇൻട്രോ ആണ്. തജ്വീദ് എന്താന്നുള്ള അക്ഷരങ്ങൾ നന്നാക്കലാണ് തജ്വീദ്. അതാണ് നിർബന്ധ ഘടകം. നിർത്തുന്ന സ്ഥലം അറിയാന്നുള്ളത് നമുക്ക് അടയാളങ്ങൾ ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല. നമുക്ക് അടയാളങ്ങൾ എന്താണ്, സൈൻ ബോർഡ് എന്താണെന്ന് പഠിച്ചാൽ മതി, വഖഫിൻ്റെ അടയാളങ്ങൾ പഠിച്ചാൽ മതി. അക്ഷരങ്ങൾ 2, 3, 4, 5 സെഷനിൽ നമ്മൾ അക്ഷരങ്ങൾ ക്ലിയറാക്കി 10 സൂറത്തോടെ. അറബിയിൽ മാത്രം പ്രത്യേകമായിട്ടുള്ള 12 അക്ഷരങ്ങൾ നമ്മൾ പ്രത്യേകം ഉച്ചരിച്ച് പഠിക്കേണ്ടതുണ്ട്. ബ, ത നമ്മൾ പഠിക്കേണ്ടില്ല, കാരണം മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ ഉള്ളതാണ്. അതുപോലെ നമുക്ക് സ പഠിക്കേണ്ടതില്ല, ല പഠിക്കേണ്ടതില്ല, വേറെ ഭാഷകളിലുണ്ട്. അപ്പം 6ാമത്തെ സെഷൻ കഴിയുമ്പോൾ മറ്റ് അക്ഷരങ്ങളും കൂടെ ചേർത്ത് അത് കഴിഞ്ഞു. പിന്നെ 7ാമത്തേൽ ഒരു കൽക്കല, പിന്നെ നീട്ടുന്നത് മണിക്കുന്നതും കൂടെ ചേർത്ത് 15 കഴിഞ്ഞു. എല്ലാം കൂടെ ചേർത്ത് 20 ആകുമ്പോഴേക്ക് നൂറാനി ഖായിദയിൽ പറഞ്ഞിട്ടുള്ള തജ്വീദിൻ്റെ അടിസ്ഥാന നിയമങ്ങൾ കംപ്ലീറ്റ് തീരും. ഇനി രണ്ടാമത് ഇതൊരു പ്രാവശ്യം പഠിച്ചാൽ പിന്നെ രണ്ടാമത് നിങ്ങൾ തജ്വീദ് പഠിക്കരുത് എവിടെയും പോയിട്ട്. കാരണം എന്ന് വെച്ചാൽ വസ്വാസിനാ പഠിക്കുന്നത്, പഠിച്ചു തന്നെ വീണ്ടും പഠിക്കുകയാണ്. ആ സമയം കൊണ്ട് ഒന്നും പഠിക്കേണ്ടെന്നോ തജ്വീദ് പഠിക്കണമെന്നല്ല പറയുന്നത്, പഠിച്ച തജ്വീദ് പ്രാക്ടീസ് ചെയ്യുക ഇനി ചെയ്യേണ്ടത്. ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുത്താൽ പിന്നെ ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് ചേരേണ്ടതുണ്ടോ? ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് പിന്നെ ക്ലച്ചും എന്താണ്, ബ്രേക്ക് ഏത്, ആക്സിലേറ്റർ ഏതാണ്, ഫസ്റ്റിൽ ഇടേണ്ട എങ്ങനെയാണെന്ന് പഠിക്കേണ്ടതില്ല. ഇനി വേണ്ടത് റോഡ് ഡ്രൈവാണ്. ഇന്നൊന്ന് കോഴിക്കോട് വരെ ഒരാളെ കൂടി ഇരുന്നൊന്ന് ഓടിച്ച് പഠിക്കണം. ഇനി ഹൈവേയിലേക്കൊന്ന് കയറാൻ പഠിക്കും. ഇതേപോലെ തജ്വീദ് പഠിച്ചു. ഇനി തസ്ഹീഹാണ്. തസ്ഹീഹ് എന്ന് പറഞ്ഞാൽ ഒരു ഉസ്താദിനടുത്ത് പോയിരുന്ന് നമ്മൾ പഠിച്ച ഓതലും നമ്മൾ പ്രാക്ടീസ് ചെയ്തൊക്കെ ശരിയാണോ എന്ന് നോക്കാൻ തസ്ഹീഹ്. ഇനി ഒരു ഘട്ടം കൂടെ കടന്ന് ഒരു ഖാരിൻ്റെ അടുത്ത് പോയി നമ്മൾ ആദ്യാവസാനം ഓതി കേൾപ്പിച്ച് ഇജാസ, പെർമിഷൻ, ഉഷാർ, നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, എല്ലാ അക്ഷരങ്ങളും പെർഫെക്റ്റാണ്, പ്ലസ് ഇവർക്ക് പഠിപ്പിക്കാനുള്ളൊരു ഇതും കൂടെ ഉണ്ട്. ഇപ്പം അടിസ്ഥാന തജ്വീദൊക്കെ നിങ്ങൾക്ക് ഇപ്പം തന്നെ പഠിപ്പിക്കാം. അക്ഷരങ്ങൾക്ക് 2 രീതിയുണ്ട്. അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലം മഖ്റജ്, അതിൻ്റെ സിഫാത്ത് എന്ന് പറയും, ക്യാരക്ടറിസ്റ്റിക്സ്, പ്രത്യേകതകൾ. അതിൽ ചില വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തജ്വീദ് ഈ നൂറാനി ഖായിദയിൽ തന്നെ നല്ലൊരു ഉസ്താദിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ അടിസ്ഥാനപരമായിട്ട് വേണ്ട സിഫത്തുകളൊക്കെ പറയുന്നുണ്ട്, മുഴങ്ങേണ്ടത് ഏതാന്നൊക്കെ കാര്യങ്ങൾ. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് വളരെ മൈന്യൂട്ടായിട്ട് നോക്കിയാൽ മാത്രം കാണുന്ന ചില സിഫത്തുകളാണ്. ആൾക്കാർ പേടിപ്പിക്കാൻ വേണ്ടി പല പേരൊക്കെ ഇടും ഓരോന്നിനും. അതിൽ തന്നെ പറയുന്ന പല സിഫത്തുകളും എക്സ്ട്രാ പഠിക്കണം എന്നൊക്കെ പറയുന്നതൊക്കെ വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസം. അതിൻ്റെ പേരിൽ പഠിച്ചാൽ ഹൈർ 100%. ഒരാൾ കുറ്റക്കാരനാവേ ഒന്നുമില്ല. പിന്നെ ആ പേരിൻ്റെ അത്ര കനയി പറയുന്ന സാധനങ്ങൾക്കില്ല, പേര് വെറുതെയാണ്.
പേടിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഒരു വിദഗ്ധൻ എക്സ്പേർട്ട് ചെയ്യേണ്ട എന്താ, കാര്യങ്ങളെ ജനങ്ങൾക്ക് ലളിതമാക്കി കൊടുക്കുക ചെയ്യേണ്ടത്. അപ്പോൾ അൽഹംദുലില്ലാഹ് വളരെ സിമ്പിൾ. അപ്പോൾ ഇവിടെ വന്നവരൊക്കെ വലിയ സംഭവമായിട്ട് കരുതി വന്നു. ഇപ്പോൾ ഒരു ഇത്രയേ ഉള്ളൂ അല്ലേ? അങ്ങനത്തെ അനുഭവം, പല അനുഭവങ്ങൾ കേട്ടപ്പോൾ നമുക്ക് ഒന്നും കൂടെ സന്തോഷമായി. ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ തലേന്നുള്ളതിനേക്കാൾ അൽഹംദുലില്ലാഹ് പുരോഗതി ഉണ്ടായി ഓതല്ല. അപ്പോൾ എല്ലാവരും പഠിക്കുമല്ലോ ഇൻഷാ അല്ലാഹ്. ജീവിതമാസകലം ഉപയോഗപ്പെടുന്നൊരു സംഗതി നമുക്കൊരു 20 സെഷൻ കൊണ്ട് വേണമെങ്കിൽ അതൊരു 3 ദിവസത്തെ ക്യാമ്പാക്കാം. ഇനി സ്വദേശികളാണ്, നാട്ടുകാരാണെങ്കിൽ വേണമെങ്കിൽ 1 മാസം കൊണ്ട് തീരുന്ന പരിപാടിയാക്കാം. വേണമെങ്കിൽ ഈ പള്ളിനെ ഇൻഷാ അല്ലാഹ് മാതൃകയാക്കണം. മസ്ജിദ് അബ്റാറിനെ ഇമാം ഇല്ലെങ്കിലും പുറകിലുള്ള 3-4 സഫിൽ ആരെ നിർത്തിയാലും ഹാഫിലിനെ പോലെ ഓതും. ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു പ്രയാസമുള്ള കാര്യമല്ല. ഒരൊറ്റ മാസം തീരുമാനിച്ചിട്ട് ഒരൊറ്റ സമയം എടുത്താൽ മതി. 1 മാസം തീരുമാനിച്ചിട്ട് 1 വക്തിൻ്റെ സമയം എടുത്താൽ ഉണ്ടാക്കാവുന്ന നേട്ടമാണിത്. ഇതെന്തുകൊണ്ടാണ് തീരാത്തത്? ഒന്നാമത് തീരുലാൻ തീരുമാനിച്ചിട്ടുണ്ട്, തജ്വീദ് പ്രയാസം തീരുമാനിച്ചിട്ടുണ്ട്, തജ്വീദ് തീരാത്ത സംഗതി ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, നമുക്കങ്ങനെ ആവാൻ കഴിയില്ലാൻ ഇങ്ങനെയൊക്കെയുള്ള പഠിപ്പിക്കുന്ന രീതിയിൽ പലപ്പോഴും കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. എഴുത്തും വായന അറിയാത്ത സഹാബികൾ, എഴുത്തും വായന അറിയാത്ത കാലത്ത് ജീവിച്ച ഒരുപാട് മനുഷ്യന്മാർ ഓതൽ കേട്ട് അതുപോലെ ഓതാൻ പഠിച്ചു. പിന്നെ ജനങ്ങളൊക്കെ എഴുത്തും വായനയും പഠിച്ചപ്പോൾ വിജ്ഞാനശാഖയായി ക്രോഡീകരിച്ചപ്പോൾ നമുക്കിതൊക്കെ എഴുതി വെക്കേണ്ടി വന്നു. എന്ന് പറയുമ്പോൾ കേൾക്ക് അതുപോലെ പഠിക്കേണ്ടേ ഉള്ളൂ. നാവിൻ്റെ അല്ലെങ്കിൽ തൊണ്ടയുടെ അങ്ങേയറ്റത്തു നിന്നാണ്, അല്ലെങ്കിൽ നടുവിൽ നിന്നാണ്, അല്ലെങ്കിൽ നാവിൻ്റെ കാഫ് പറയുമ്പം കാഫും ഏത് ഭാഗത്ത് തട്ടുന്നു എന്നൊക്കെ നമ്മൾ ക്രോഡീകരിക്കുന്നത് ഒരു വിജ്ഞാനശാഖ എഴുതി വെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എഴുതി വെക്കുന്നതേ ഉള്ളൂ. അതങ്ങനെ തന്നെ അക്ഷരം പ്രതി പഠിക്കണമെന്നില്ല. നിങ്ങളത് ഓതുന്നത് കേട്ട് അതുപോലെ ഓതിയിട്ട് കറക്റ്റാന്ന് ഉറപ്പിച്ചാൽ മതി. അൽഹംദുലില്ലാഹ് ഇവിടെ വന്നവർ തന്നെ ഇൻഷാ അല്ലാഹ് നല്ല കാര്യങ്ങളാകുന്നതിൻ്റെ ഏകദേശ ലെവലിലേക്ക് എത്തി വരുന്നുണ്ട്. കുറച്ചും കൂടെ പ്രാക്ടീസ് ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത മാസം വേണമെങ്കിൽ ഇവിടെ മജ്‌ലിസ് വെച്ചേക്കാം. ഇവർക്ക് സർട്ടിഫിക്കറ്റ് ഇന്ന് കൊടുക്കേണ്ടതാണ്. ഇവർ വേണ്ടാന്ന് പറഞ്ഞതാണ്. നമ്മൾ ഓതലിൻ്റെ പ്രാക്ടീസും കൂടെ കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞുകൊണ്ടാണ്. ബാക്കിയുള്ള എല്ലാവരും പഠിക്കുമല്ലോ ഇൻഷാ അല്ലാഹ്. ഇത് വീട്ടിൽ പോയിട്ട് പഠിപ്പിക്കുമല്ലോ. അപ്പോൾ എന്താ കുറച്ച് അനുഭവങ്ങൾ കേൾക്കാം. സഫ മൗലാനയുടെ ഇവിടെ ഇരിക്കും.